നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. IS ബന്ധം ആരോപിച്ച് കോടതി റിമാൻഡ് ചെയ്ത യാസ്മിൻ അഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കസ്റ്റഡി കാലാവധി 3 ദിവസം മാത്രം. ജനറൽ ആശുപത്രിയിലെ കൈക്കൂലി വിവാദം പുകയുന്നു. പ്രതിഷേധ മാർച്ചുമായി മഹിളാ അസോസിയേഷനും SDPIയും. കോട്ടച്ചേരി മേൽപ്പാലം സർവകക്ഷി സംഘം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. ഭൂമിവില വീണ്ടും നിർണ്ണയിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി VV രമേശൻ. ദേശീയപാത സ്ഥലമേറ്റെടുക്കൽ അന്തിമഘട്ടത്തിൽ. കുമ്പള ഗോപാലകൃഷ്ണ ക്ഷേത്രത്തെ രൂപരേഖയിൽ നിന്നും ഒഴിവാക്കി. ജാതിഭേദമന്യേ അരി വിതരണം ചെയ്ത് മുത്തപ്പ ക്ഷേത്രം. കണ്ണങ്കൈ പൊള്ള മുത്തപ്പൻ മടപ്പുരയാണ് മതസൗഹാർദ്ദത്തിന് പുത്തൻ മാതൃകയായത്. വാർത്തകൾ വിശദമായി. ദുരൂഹ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബീഹാർ സ്വദേശിനി യാസ്മിൻ അഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ജില്ലാ സെഷൻസ് കോടതിയാണ് 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. ജില്ലയിലെ പടന്ന തൃക്കരിപ്പൂർ ഭാഗത്തുനിന്ന് കാണാതായ സംഘത്തോടൊപ്പം ചേരാൻ കാബൂളിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടയിലാണ് ബീഹാർ സ്വദേശി യാസ്മിൻ അഹമ്മദ് പിടിയിലായത്. ഈ കേസിൽ UAPA ചുമത്തിയ യാസ്മിനെ വെള്ളിയാഴ്ച ജില്ലാ കോടതിയിൽ ഹാജരാക്കി. വിശദമായി ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായി 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. IS ബന്ധത്തിൽ രാജ്യം വിട്ടവർ വ്യാജ പാസ്പോർട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്ന അന്വേഷണ സംഘം സംശയിച്ചിരുന്നു. യാസ്മിന്റെ പക്കലിൽ നിന്നും 2 വ്യാജ പാസ്പോർട്ടുകൾ കണ്ടെത്തിയത് ഈ സംശയം ബലപ്പെടുത്തുന്നു. യാസ്മിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയതോടെ ഇവർ ജോലി ചെയ്യുന്ന കോട്ടക്കലിലെ സ്കൂളിലും കാസർഗോട്ടെ ചില വീടുകളിലും തെളിവെടുപ്പ് നടത്തും. 3 ദിവസം പോലീസ് കസ്റ്റഡിയാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആവശ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചിട്ടുണ്ട്. പ്രത്യേകമായി കോടതി പറഞ്ഞത് ആ സ്ത്രീക്ക് മാനസികമായോ ശാരീരികമായോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല. അവരുടെ മനുഷ്യാവകാശം പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമേ അവരെ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. അവിടെ കൂടെ ഒരു 4.5 വയസ്സുള്ള ആൺകുട്ടിയുണ്ട്. ആ കുട്ടിയും അവരുടെ കൂടെ പോകാൻ വേണ്ടി കോടതി അനുവദിച്ചിട്ടുണ്ട്. ISുമായി ബന്ധമുള്ളതുമായി നമ്മുടെ ഈ UAPA സെക്ഷൻ 3 പ്രകാരം IS എന്ന സംഘടന ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട്. 2015 നവംബറിലാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരെ ബാൻ ചെയ്യുന്നത്. അങ്ങനെ ബാൻ ചെയ്ത ഒരു സംഘടനയുമായി ഇവർക്ക് ബന്ധമുള്ളത് കൊണ്ടാണ് ഈ കേസിൽ UAPA ചേർക്കാൻ കാരണം. ഈ കോടതി കഴിഞ്ഞ 25-ന് മുമ്പ് നടന്ന അന്വേഷണത്തിൽ 25-ന് മുമ്പ് നടന്ന അന്വേഷണങ്ങളിലും സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഈ അബ്ദുൾ റഷീദിനും അതുപോലെ മറ്റു ആൾക്കാർക്കും ISുമായി ബന്ധമുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത്. അങ്ങനെ ISുമായി ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിൽ UAPA ചേർക്കുന്നത്. സെക്ഷൻ 38ഉം 39ഉം UAPAയും അത് 124A ഓഫ് IPCയുമാണ് ഇപ്പോൾ ഈ പ്രതികൾക്കെതിരെ 2 പ്രതികൾക്കെതിരെ ചേർത്തിട്ടുള്ളത്. ജനറൽ ആശുപത്രിയിലെ കൈക്കൂലി കേസിൽ ആരോപണ വിധേയരായ ഡോക്ടർമാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മഹിളകൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ജനറൽ ആശുപത്രിയിൽ ദളിത് യുവതിയെ കൈക്കൂലി നൽകാത്തതിന്റെ പേരിൽ ചികിത്സ നൽകാതെ നിർബന്ധമായി ഡിസ്ചാർജ് ചെയ്യിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി E പത്മാവതി ഉദ്ഘാടനം ചെയ്തു. 1000 or 2000 രൂപ കൊടുത്താൽ നാളെ തന്നെ ഓപ്പറേഷൻ അങ്ങനെയാണ് തീയതി നിശ്ചയിച്ചു കൊടുക്കുന്നത്. കൊടുക്കുന്ന തുകയുടെ അളവ് കുറഞ്ഞാൽ അതോ 10-200 രൂപയായാൽ അത് ഒരുപക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ടോ 10 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഓപ്പറേഷനുള്ള തീയതി എന്ന് ഡോക്ടർ തീയതി നിശ്ചയിക്കുക. പണം കൊടുക്കാത്ത രോഗികൾക്കാണെങ്കിൽ ഓപ്പറേഷൻ തീയതിയില്ല, ഇവിടെ എല്ലാം ഫുള്ളാണെന്ന് പറഞ്ഞിട്ട് രോഗികളെ തിരിച്ചയക്കുക. ജില്ലാ കമ്മിറ്റി മെമ്പർ P ജാനകി അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ കാസർഗോഡ് ഏരിയ സെക്രട്ടറി M ജയകുമാരി, CPM ഏരിയ സെക്രട്ടറി KA മുഹമ്മദ് ഹനീഫ എന്നിവർ പ്രസംഗിച്ചു. സമരത്തിന് M ലളിത, ബിന്ദു, ഇന്ദിര, M പത്മാവതി എന്നിവർ നേതൃത്വം നൽകി. ജനറൽ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്കും അഴിമതിക്കുമെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. SDPIയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി. വെള്ളിയാഴ്ച രാവിലെ SDPI കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. SDPI ജില്ലാ പ്രസിഡന്റ് NU അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. ഈ ഹോസ്പിറ്റൽ റഫറൽ ഹോസ്പിറ്റലായി എന്ന് പറഞ്ഞാൽ
എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുൾപ്പെടെയുള്ള ഹോസ്പിറ്റലായി സർക്കാർ അനുവദിച്ച ഹോസ്പിറ്റലാണ്. പക്ഷേ സർക്കാരുകളുടെ പിടിപ്പുകേട് എന്ന് പറയാം, കാസർഗോട്ടെ ജനങ്ങൾക്ക് ഒരു നല്ല ചികിത്സ നൽകുന്നതിനോ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിനോ നമ്മുടെ സർക്കാരുകൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. മനാഫ് കടപ്പുറം അധ്യക്ഷനായി. ഖാദർ അറഫ, സക്കറിയ ഉളിയത്തെടുക്ക, മഹ്മൂദ് മഞ്ചത്തെടുക്ക, SA അബൂബക്കർ, നൌഫൽ നെല്ലിക്കുന്ന്, ഫൈസൽ കോളിയെടുക്കം, അബ്ദുള്ള ഏരിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോട്ടച്ചേരി മേൽപ്പാലത്തിന്റെ സ്ഥലമേറ്റെടുക്കൽ നടപടി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി സംഘം മുഖ്യമന്ത്രിയെ കണ്ടു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശിന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. കോട്ടച്ചേരി മേൽപ്പാലത്തിന്റെ സ്ഥലമേറ്റെടുക്കൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നഗരസഭാ ചെയർമാൻ VV രമേശിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം മുഖ്യമന്ത്രിയെ കണ്ടത്. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തിലാണ് സംഘം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. മേൽപ്പാലത്തിനു വേണ്ടി ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ ഉടമകൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ഇടപെടൽ തേടിയാണ് സർവകക്ഷി സംഘം തലസ്ഥാനത്തെത്തിയത്. മേൽപ്പാലത്തിനു വേണ്ടി ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ ഉടമകൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ പ്രത്യേക പാക്കേജ് ഉണ്ടാക്കുകയോ പ്രത്യേക ഉത്തരവിലൂടെ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകുകയോ വേണമെന്നാണ് സർവകക്ഷി സംഘത്തിന്റെ പ്രധാന ആവശ്യം. ഉത്തര മലബാറിലെ ദേശീയപാത ബൈപ്പാസ് വികസനത്തിനുള്ള സ്ഥലമേറ്റെടുക്കൽ അന്തിമഘട്ടത്തിൽ. കാസർകോട്ടെ ഒരിടത്ത് രൂപരേഖയിൽ മാറ്റം വരുത്തും. കുമ്പള ഗോപാലകൃഷ്ണ ക്ഷേത്രത്തെയാണ് രേഖയിൽ നിന്നും മാറ്റുന്നത്. പുതിയ നിയമപ്രകാരം ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ വില നിർണ്ണയിക്കുമ്പോൾ എതിർപ്പ് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് കൃത്യമായ വില നൽകുമെന്നതിനാലാണ് ഇങ്ങനെയൊരു പ്രതീക്ഷ അധികൃതർ വെച്ചുപുലർത്തുന്നത്. ഗ്രാമീണ മേഖലയിൽ നിലവിലുള്ള വിലയുടെ ഇരട്ടിയും കെട്ടിടങ്ങൾ, മരങ്ങൾ എന്നിവയുടേതിന് പ്രത്യേകിച്ചും 100% നഷ്ടപരിഹാരം നൽകും. ജില്ലയിൽ കുമ്പള ഗോപാലകൃഷ്ണ ക്ഷേത്രമാണ് നിലവിലുള്ള രൂപരേഖയിൽ നിന്നൊഴിവാക്കുന്നത്. ഇതിനായി ദേശീയപാത അതോറിറ്റിക്ക് മുന്നിൽ നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സർവേ നടത്തിയപ്പോൾ ഈ ക്ഷേത്രവും രൂപരേഖയിൽ ഉൾപ്പെട്ടിരുന്നു. നിരവധി ഭക്തരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതില്ല എന്നാണ് ഇതിന് പിന്നിലുള്ള കാര്യം. ഈ രേഖയിൽ നിന്നും കുമ്പള ഗോപാലകൃഷ്ണ ക്ഷേത്രത്തെ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുൻപിൽ നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട്. റീ അലൈൻമെന്റ് നടത്തേണ്ട ഭാഗമൊഴികെ ജില്ലയിൽ ദേശീയപാത വികസനത്തിനായി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ച മുഴുവൻ ഭൂമിയും 2 മാസത്തിനകം ഏറ്റെടുക്കും. ജാതിമതഭേദമന്യേ കണ്ണങ്കൈ പൊള്ള ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ അരി വിതരണം നടത്തി. എല്ലാ വർഷവും ഇവിടെ കർക്കിടകം 18-ന് ഇത്തരത്തിൽ അരി വിതരണം ചെയ്തു വരുന്നു. കണ്ണങ്കയിലെ പൊള്ള ശ്രീ മുത്തപ്പൻ മഠപുര തിരുസന്നിധിയിൽ നിന്ന് അരി ലഭിച്ചാൽ ഒരാണ്ട് അല്ലല്ലാതെ കഴിയാം എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ അരിദാനം എന്ന മഹത്കർമ്മം ഓരോ വർഷവും തുറന്നു വരുന്നു. ജാതിമത ഭേദമില്ലാതെയാണ് ഇവിടെ അരി നൽകുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ക്ഷേത്രസന്നിധിയിൽ നടന്ന അരിവിതരണത്തിന് ചന്ദ്രൻ മടയൻ, കുഞ്ഞിക്കണ്ണൻ മടയൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. 600ഓളം കുടുംബങ്ങൾക്ക് 5 കിലോ അരി വീതമാണ് ഇത്തവണ നൽകിയത്. PV ശശിധരൻ, V കുഞ്ഞമ്പു മാസ്റ്റർ, തമ്പാൻ മാസ്റ്റർ, M ബാബു, KV കരുണാകരൻ, കണ്ണങ്കൈ കുഞ്ഞിരാമൻ, M കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ക്ഷേത്രത്തിൽ നടന്നു. കർക്കിടകത്തിന് ധന്യത പകർന്ന് രാമായണശീലുകളുമായി പെൺകുരുന്നു. ചെറുവത്തൂർ തിമിരിയിലെ മോലോത്ത് ശ്രീധർമ്മശാസ്ത്ര ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലാണ് ഒരു 8ാം ക്ലാസ്സുകാരി രാമായണ പാരായണം നടത്തുന്നത്. ആധുനിക ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞ TV ചാനലുകളും വർത്തമാന പത്രങ്ങളും ഇന്റർനെറ്റുമെല്ലാം പലതരത്തിൽ രാമായണത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കിയ ഇക്കാലത്ത് രാമായണത്തിന്റെ ശീലുകൾ പെൺകുട്ടിയുടെ പാരായണത്തിലൂടെ വ്യത്യസ്തമായ അനുഭവമായി മാറുകയാണ് തിമിരി പ്രദേശവാസികൾക്ക്. കർക്കിടകത്തിന്റെ ത്രിസന്ധികളിലും പുലർവേളകളിലും രാമായണ പാരായണം മുഴങ്ങിയ ഭവനങ്ങൾ അന്യമായതോടെ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് പാരായണശീലുകൾ മുഴങ്ങുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായമായവരാണ് രാമായണ പാരായണം നടത്തുന്നത്. എന്നാൽ തിമിരി മോലോത്ത് ശ്രീ ധർമ്മശാസ്ത്ര ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടത്തുന്നത് 8ാം ക്ലാസ്സുകാരിയായ അമൃതയാണ്. 4 കൊല്ലമായി ഞാനിവിടെ വായിക്കാൻ തുടങ്ങിയിട്ട്. ഈ അമ്പലത്തിൽ വായിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. തിമിരി മോലോത്ത് അമ്പലത്തിലാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ കഴിഞ്ഞ കൊല്ലം പഠിച്ച
വിവേകാനന്ദ വിദ്യാമന്ദിരം ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അപ്പോൾ അവിടെ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കും. അപ്പം അത് കേട്ടിട്ടാണ് എനിക്ക് രാമായണം വായിക്കാനുള്ള പ്രചോദനം ഉണ്ടായത്. അമൃതയുടെ രാമായണ പാരായണത്തിന് 5 വർഷത്തെ പഴക്കമുണ്ട്. വ്യത്യസ്തമായ ശബ്ദം കൊണ്ട് ഈ മിടുക്കി പ്രദേശവാസികളെ കീഴടക്കിയിരിക്കുകയാണ്. ചീമേനി വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടിക്കാലം തൊട്ടേ സംഗീതം അഭ്യസിക്കുന്ന അമൃതയ്ക്ക് രാമായണ പാരായണത്തോട് പ്രത്യേക താല്പര്യമുണ്ട്. മാതാപിതാക്കളായ കമലാക്ഷന്റെയും ബീനയുടെയും പൂർണ്ണ പിന്തുണയും അമൃതയുടെ പാരായണത്തിനു പിന്നിലുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അമൃതയുടെ ശബ്ദത്തിൽ രാമായണ ശീലുകൾ മുഴങ്ങുന്നത് പ്രദേശവാസികൾക്കും അഭിമാനമാണ്. നല്ല പാട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ ഓഗസ്റ്റ് 19 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. നല്ല പാട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഗ്രൂപ്പിൽ അംഗത്വമുള്ളവർക്കായി മുഞ്ചുള്ള പാട്ട് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാൻഡ് ഫിനാലെ കാസർഗോഡ് ടൗൺ ഹാളിൽ വെച്ച് ഈ വരുന്ന മാസം 19-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ തുടങ്ങാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് നമ്മുടെ മാപ്പിളപ്പാട്ട് കലാഫീൽഡിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ കണ്ടെത്തി ഒരു കാരുണ്യ പ്രവർത്തനം കൂടി ഇതിൽ ഉദ്ദേശമുണ്ട്. ഓഗസ്റ്റ് 19 വൈകുന്നേരം 5 മണി മുതലാണ് പരിപാടി ആരംഭിക്കുക. ടൗൺ ഹാളിൽ നടക്കുന്ന റിയാലിറ്റി ഷോയിൽ നിരവധി നല്ല പാട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ പങ്കെടുക്കും. ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശേഷം ഗ്രൂപ്പ് തന്നെ ഗാനമേളയും നടത്തും. ചെറുവത്തൂർ ഓരി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കർക്കിടക കഞ്ഞി വിതരണം നടന്നു. ക്ഷേത്രപരിധിയിലെ വീട്ടുകാർക്കാണ് ക്ഷേത്രത്തിൽ കഞ്ഞി പകർന്നു നൽകിയത്. എല്ലാ വർഷവും കർക്കിടകം 18-നാണ് ഈ ക്ഷേത്രത്തിൽ കർക്കിടക കഞ്ഞി വിതരണം നടക്കുന്നത്. ക്ഷേത്രപരിധിയിലെ വീടുകളിൽ നിന്നെത്തിയവർക്ക് ക്ഷേത്രസ്ഥാനികളുടെ നേതൃത്വത്തിലാണ് കർക്കിടക കഞ്ഞി പകർന്നു നൽകിയത്. ഓരോരുത്തരുടെയും വീടുകളിലേക്കുള്ളതാണ് ഈ കർക്കിടക കഞ്ഞി. ക്ഷേത്രത്തിലെ ഭക്ഷണശാല നിർമ്മാണത്തിന് തുക കണ്ടെത്താനുള്ള സാമ്പത്തിക സമാഹരണ പദ്ധതിക്കും ഇന്നേ ദിവസം തുടക്കമായി. അംബേദ്കർ സേവാശ്രീ പുരസ്കാര ജേതാവ് TV കൃഷ്ണൻ കാർഡിന്റെ ആദ്യ വിതരണം നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KP അമ്പു അധ്യക്ഷനായി. PK ഭാസ്കരൻ, M രാജീവൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം സെക്രട്ടറി C രാജൻ സ്വാഗതം പറഞ്ഞു. സെപ്റ്റംബർ 15-ന് പ്രാവർത്തികമാക്കുന്ന പദ്ധതിയിൽ ഓരോ മാസവും 15-ന് വൈകുന്നേരം നറുക്കെടുപ്പ് നടക്കും. 21 മാസം കൊണ്ട് പദ്ധതി അവസാനിക്കുകയും ചെയ്യും. ദേശീയ പണിമുടക്കിൽ അധ്യാപകരും ജീവനക്കാരും പങ്കെടുക്കും. സമരപ്രഖ്യാപന കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. പൊതുമേഖലയെ സംരക്ഷിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന കാവ്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആക്ഷൻ കൗൺസിലും സമരസമിതിയും ഉന്നയിക്കുന്നത്. സെപ്റ്റംബർ 2-ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ അധ്യാപകരും ജീവനക്കാരും രംഗത്തിറങ്ങും. സമരപ്രഖ്യാപന കൺവെൻഷൻ കാഞ്ഞങ്ങാട് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് PK സതീശൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നയമാണ് വിഷയം, വർഗ താല്പര്യമാണ് വിഷയം. അതുകൊണ്ട് സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഡിമാൻഡുകൾ എങ്ങനെയാണ് ഈ പണിമുടക്കിന്റെ ഉള്ളിൽ ഡിമാൻഡായി മാറുന്നത് എന്ന് വളരെ കൃത്യമായി നാം പഠിപ്പിച്ചു കൊണ്ടുവന്നു. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് MV കുഞ്ഞമ്പു അധ്യക്ഷനായി. TP ഉഷ, A പവിത്രൻ, K രവീന്ദ്രൻ, A വേണുഗോപാലൻ, VR രാജു, CM മീനാകുമാരി, AK ആൽബർട്ട്, TV ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വടംവലി അസോസിയേഷൻ റെഡ് സ്റ്റാർ കീക്കാംകോട്ട് സംഘടിപ്പിക്കുന്ന 11ാമത് സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 6-7 തീയതികളിലായി മടിക്കയിൽ വെച്ച് നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ജില്ലാ വടംവലി അസോസിയേഷൻ റെഡ് സ്റ്റാർ കീക്കാങ്കോട്ട് 11ാമത് സംസ്ഥാന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ആഗസ്റ്റ് 6-7 തീയതികളിലായി മടിക്കൈ കാലിച്ചാമ്പൊതിയിൽ നടക്കും. AK ശശീന്ദ്രൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. C പ്രഭാകരൻ അധ്യക്ഷനാവും. ശശീന്ദ്രൻ മടിക്കൈ, V പ്രകാശൻ, ബംഗളം കുഞ്ഞുകൃഷ്ണൻ, അഡ്വക്കേറ്റ് CV ദാമോദരൻ തുടങ്ങിയവർ സംസാരിക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ C പ്രഭാകരൻ, ജനറൽ കൺവീനർ B ബാലൻ, ശശീന്ദ്രൻ മടിക്കൈ, P രഘുനാഥ്, അനിൽ ബംഗളം, ബാബുരാജ്, ജോർജ് തുടങ്ങിയവർ സംബന്ധിച്ചു. മലയാള സിനിമാ രംഗത്തേക്ക് ചെറുവത്തൂർ വലിയ പൊയിലിൽ നിന്നും ഒരു യുവ സംവിധായകൻ സുനിൽ സൂര്യ
ഫിലിം ഇൻഡസ്ട്രിയിൽ വർഷങ്ങളുടെ പരിചയമുള്ള സുനിൽ മലയാളത്തിലെ മുൻനിര താരങ്ങളെ അണിനിരത്തി ഒരുക്കുന്ന പാച്ചുവിന്റെ സ്വപ്നങ്ങൾ ഈ മാസം ചിത്രീകരണം ആരംഭിക്കും. ചെറുവത്തൂർ വലിയപൊയിൽ സ്വദേശിയായ സുനിൽ സൂര്യയാണ് മലയാള സിനിമയിലെ യുവ സംവിധായകരുടെ പട്ടികയിൽ ഇടം നേടാൻ പോകുന്നത്. ചെറുവത്തൂരിന്റെ നാട്ടുപാതകളിലൂടെ സഞ്ചരിച്ച് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ കണ്ടുവളർന്ന സുനിലിന് സിനിമ എന്നും ഭ്രമമായിരുന്നു. അങ്ങനെ പാച്ചുവിന്റെ സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലൂടെ സിനിമ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ തീരുമാനിച്ചു. ഫിലിം ഇൻഡസ്ട്രിയിൽ വർഷങ്ങളുടെ പരിചയമുള്ള സുനിൽ മലയാളത്തിലെ മുൻനിര അഭിനേതാക്കളെ അണിനിരത്തിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. തരംഗിണി ന്യൂ ഫിലിംസാണ് ചിത്രം നിർമ്മിക്കുന്നത്. ജയരാജ് മാടായി, ഹരി മാടായി എന്നിവരാണ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയത്. തൃശൂരിൽ വെച്ച് നടന്ന ഫിലിം 7 ചാനൽ മീഡിയയുടെ അവാർഡ് നൈറ്റ് ഫംഗ്ഷനിൽ ചിത്രത്തിന്റെ ടൈറ്റിൽ റിലീസിംഗ് 7 ചാനൽ മീഡിയ ഡയറക്ടർ അമീർ അബ്ബാനും നവാഗത സംവിധായകൻ സുനിലും ചേർന്ന് കേരള നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും നൽകി പ്രകാശനം ചെയ്തു. സെപ്റ്റംബർ 10 ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ദുബായിൽ ആരംഭിക്കും. കേരളം, ബംഗളൂരു എന്നിവിടങ്ങളാണ് മറ്റു ലൊക്കേഷനുകൾ. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ആഭിമുഖ്യത്തിലുള്ള സെമിനാർ നീലേശ്വരത്ത് നടന്നു. മികച്ച യൂണിറ്റുകൾക്ക് സമ്മാനവും രോഗികൾക്കുള്ള സാമ്പത്തിക സഹായവും സെമിനാറോടനുബന്ധിച്ച് വിതരണം ചെയ്തു. നീലേശ്വരം NK ബാലകൃഷ്ണൻ മെമ്മോറിയൽ UP സ്കൂളിൽ നടന്ന സെമിനാർ DEO KP പ്രകാശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മൂല്യങ്ങളൊക്കെ ഉയർത്തി നല്ല വിദ്യാർത്ഥികളായി സ്കൂളുകളിൽ മാറാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രവർത്തനത്തിലൂടെ സാധ്യമാവുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മീറ്റിംഗിൽ കൊല്ലം ലേഡി ശ്രീകല മേഡം പറഞ്ഞിരുന്നത് അവിടുത്തെ സിറ്റിയിലെ സ്കൂള് ഈ പാൻപരാഗിന്റെ ഒരു പ്രവർത്തന ശൃംഖല അവിടുത്തെ സിറ്റിയിലെ ഹൈസ്കൂളുകളിലുണ്ടായപ്പോൾ അക്കാര്യം പൊതുജന സമൂഹത്തിലെ അധ്യാപകരുടെയിലൊക്കെ കൊണ്ടുവന്നത് അവിടുത്തെ സ്കൗട്ട് യൂണിറ്റ് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു പ്രത്യേക ഒരു വിജിലൻസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ്. സി ഉഷ അധ്യക്ഷയായി. P പ്രശാന്ത്, VV ഹരീന്ദ്രൻ, PG തമ്പാൻ, VK ഭാസ്കരൻ, GK ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. PK ഹരിത സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് മികച്ച യൂണിറ്റുകൾക്ക് ഉപഹാരം നൽകി. തുടർന്ന് നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ലയൺസ് ക്ലബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് മുതൽ മഞ്ചേശ്വരം വരെയുള്ള നിർധനരായ 100 പേർക്ക് ഓട്ടോറിക്ഷകൾ നൽകുമെന്നും ഭാരവാഹികൾ. ലയൺസ് ക്ലബ് 1916 സ്ഥാപിതമായത്. 100ാം വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ഭാഗമായാണ് ലോകത്തെ 280 രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്ന് മഞ്ചേശ്വരം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ലയൺസ് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. സർക്കാരോ സ്വകാര്യ വ്യക്തികളോ 6 സെന്റ് സ്ഥലം നൽകുകയാണെങ്കിൽ അവർക്ക് ചിൽഡ്രൻസ് പാർക്ക് 6 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചു നൽകും. അതുപോലെ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ ಅവർಕಾಗಿ ಬೋಧವಲ್ಕರಣ ಕ್ಲಾಸ್ ನಡೆಸುമെന്ന് ಭಾರವಾಹಿಗಳು അറിയിച്ചു. ಒಂದು 4 ಐಟಮ್ಸ್ ಅನ್ನು ನಾವು ಹೇಳ್ತೇವೆ. ಒಂದು ಶಿ ಆಟೋ ಅಂತ ಹೇಳಿ, ಅಂದ್ರೆ ಯಾರಾದರೂ ಹೆಂಗಸರು ಆಟೋ ರಿಕ್ಷಾ ಬಿಡುವವರು ಇದ್ದರೆ ಅವರಿಗೆ ಆಟೋ ರಿಕ್ಷಾ ತೆಗೆದುಕೊಡುವಂತ ಒಂದು ಜವಾಬ್ದಾರಿ. ಎರಡನೆಯದು ಚಿಲ್ಡ್ರನ್ ಪಾರ್ಕ್, ಒಂದು 6 ಸೆನ್ಸ್ ಸ್ಥಳದಲ್ಲಿ ಒಂದು ಚಿಲ್ಡ್ರನ್ ಪಾರ್ಕ್ ನಿರ್ಮಿಸಿಕೊಡುವಂಥದ್ದು ಒಂದು ಯೋಜನೆ. ಅದೇ ರೀತಿ ಸೈಡ್ ಫಾರ್ ಕಿಡ್ಸ್ ಅಂತ ಹೇಳಿ, ಕಣ್ಣಿನ ಪ್ರಾಬ್ಲಮ್ ಇರೋ ಮಕ್ಕಳಿಗೆ ಅದಕ್ಕೆ ಬೇಕಾದಂಥ ವ್ಯವಸ್ಥೆ ಮಾಡಿಕೊಡೋದು. ಅದೇ ರೀತಿ 4ನೇದಾಗಿ ಲಯನ್ ಕ್ವೆಸ್ಟ್ ಅಂತ ಹೇಳಿ. വാർത്താ സമ്മേളനത്തിൽ റീജിയണൽ ചെയർപേഴ്സൺ ലയൺ മോഹൻ കുമ്പള, വൈസ് പ്രസിഡന്റ് സുകുമാരൻ, മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. IS ബന്ധം ആരോപിച്ച് കോടതി റിമാൻഡ് ചെയ്ത യാസ്മിൻ അഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കസ്റ്റഡി കാലാവധി 3 ദിവസം മാത്രം. ജനറൽ ആശുപത്രിയിലെ കൈക്കൂലി വിവാദം പുകയുന്നു. പ്രതിഷേധ മാർച്ചുമായി മഹിളാ അസോസിയേഷനും SDPIയും. കോട്ടച്ചേരി മേൽപ്പാലം സർവകക്ഷി സംഘം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. ഭൂമി വില വീണ്ടും നിർണ്ണയിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി VV രമേശൻ. ദേശീയപാത സ്ഥലമേറ്റെടുക്കൽ അന്തിമഘട്ടത്തിൽ. കുമ്പള ഗോപാലകൃഷ്ണ ക്ഷേത്രത്തെ രൂപരേഖയിൽ നിന്നും ഒഴിവാക്കി. ജാതിഭേദമന്യേ അരി വിതരണം ചെയ്ത് മുത്തപ്പ ക്ഷേത്രം. കണ്ണങ്കൈ പൊള്ള മുത്തപ്പൻ മടപ്പുരയാണ് മതസൗഹാർദ്ദത്തിന് പുത്തൻ മാതൃകയായത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.